ഹലോ ഗെയ്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ പള്ളിപ്പുറം. അപ്പോൾ ബാക്കി നമുക്ക് ഡീറ്റെയിൽസ് വീഡിയോയിലേക്ക്. ഇത് പറ്റൂല. അതേ കൂട്ടുകാരെ, അങ്ങനെ ഞങ്ങൾ എത്തിയിരിക്കുന്നു പള്ളിപ്പുറം കേട്ടോ. എന്ന് പറയുമ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ നമ്മുടെ CRPF ക്യാമ്പുണ്ട്. പള്ളിപ്പുറത്തൊരു CRPF ക്യാമ്പുണ്ട്. അതിന് മുൻവശത്ത് അതിന് ഏകദേശം അടുത്തായിട്ടുള്ളത് തന്നെയാണ്. 22 കിലോമീറ്ററാണ് നമ്മുടെ തമ്പാനൂർ സെൻട്രലിൽ നിന്നും ഇവിടെ വരാൻ വേണ്ടി. കുട്ടികൾക്ക് അടിച്ചു പൊളിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളുമുള്ള O2 പാർക്ക് പള്ളിപ്പുറം അല്ലേ ബാബച്ചി? അതെ, എൻട്രി ഫീസ് 30 രൂപയാണ്. എല്ലാവർക്കും എടുക്കണം കേട്ടോ. ഒന്ന് കുട്ടികൾക്കായാലും രക്ഷകർത്താക്കളും ഓരോരുത്തർക്കും 30 രൂപയാണ്. അത് കഴിഞ്ഞ് നമുക്ക് അകത്തോട്ട് കയറുമ്പോൾ കാണുന്ന റൈഡുകളൊക്കെ ഫ്രീ ആണ്. പിന്നെ അല്ലാതെ കുറച്ച് ഇടത് സൈഡിലുള്ള റൈഡുകളെല്ലാം ഫ്രീ ആണ്. പിന്നെ നമ്മുടെ 100 ഇനത്തിലുള്ള ഔഷധ സസ്യങ്ങളുടെ ഒരു ഡിസ്പ്ലേ അവരവിടെ ചെയ്തിട്ടുണ്ട്. അതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് ഇതൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കുട്ടികൾക്ക് നമുക്ക് കാണിച്ചു കൊടുക്കാനും പറഞ്ഞു കൊടുക്കാനും അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള ഒരുപാട് കളക്ഷൻ ഇവിടെ ഉണ്ട്. ഇതൊക്കെ നോക്കി വള്ളി ഓറഞ്ച്, ഇതൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയാമോ എന്ന് പോലും ഞങ്ങൾക്ക് അറിയത്തില്ല. അതെ, സർബത്ത് എന്നാ പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നോക്കിയാൽ ഒരുപാട് നമ്മുടെ ഇൻഡോർ ചെടികൾ. ബാവച്ചിക്ക് എന്ന് പറഞ്ഞാൽ അത് പിന്നെ കണ്ടപ്പോഴത്തേക്ക് പിന്നെ അത് മതി, അതിന്റെ കൂടെ ഓട്ടത്തിലായിരുന്നു കേട്ടോ. മീനൂട്ടിയെ അടിച്ച് പൊളിക്കാന്ന് വിചാരിച്ചു. നമ്മളങ്ങനെ മീനൂട്ടിയായിട്ട് ഇവിടത്തെ ഇതൊക്കെ ഓപ്പൺ ആയിട്ടുള്ള പാർക്കാണെന്ന് ഞാൻ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ഓപ്പൺ ആയിട്ട് അവർ ചെയ്തിരിക്കുന്നതാണ്. ഇത് ഫ്രീ സർവീസാണ്, 30 രൂപ ടിക്കറ്റിൽ ചെയ്യുന്നതാണ്. അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു നമ്മുടെ വെഡ്ഡിങ്ങിനൊക്കെ ആയിട്ട് ഫുഡ് കൊടുക്കാൻ തയ്യാറാക്കിയിരിക്കുന്നതാണ് ആ ഹാള് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ ഈ പാർക്കും സൗകര്യം എല്ലാം ചെയ്തത്. നമ്മുടെ മീനുകുട്ടി. അതെ, നമ്മുടെ പോയിന്റ് കല്യാണം ഉണ്ടായിരുന്നു. ഒരു മുസ്ലിംസ് കല്യാണം. ഓരോ റൈഡുകളിലായിട്ട് മീനുകുട്ടി കയറിയാണ്. അപ്പൊ നമ്മൾ ചുറ്റുപാട് എടുക്കുന്നുണ്ട്, മീൻ കളിക്കുന്നത് എടുക്കുന്നുണ്ട്. അതെല്ലാം ഒരു വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തണമല്ലോ. അങ്ങനെ എടുക്കണം. നമ്മളെ കുട്ടികളൊക്കെ കൊണ്ട് അവധിക്കാലത്ത് വരാൻ പറ്റിയ ഒരു പാർക്കാണ്. ഞങ്ങൾ കുറേ നാൾ കൊണ്ട് മീനുകുട്ടിയെ കൊണ്ട് ഇവിടെ വരണമെന്ന് വിചാരിച്ചതാണ്. ഇപ്പോഴാണ് സമയമായത് കേട്ടോ. ഒരു സർപ്രൈസ് ആണ്. ഇനി എന്തായാലും സ്കൂളൊക്കെ തുറക്കാൻ പോകുകയല്ലേ, അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. അപ്പൊ റെസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചു. നമുക്ക് നമ്മുടെ രക്ഷകർത്താക്കൾക്ക് റെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ. അവിടെ വളരെ മനോഹരമായിട്ട് തന്നെ നമുക്ക് ഇരുന്ന് നമ്മൾ റെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ആ കൂട്ടത്തിൽ നമ്മളിങ്ങനെ പോകുമ്പോഴത്തേക്ക് കാണുന്നതാണ് ബേഡ്സ്. എന്താണ് നമ്മുടെ ബേഡ്സ് കുട്ടി നല്ല സൂപ്പർ ആയിട്ടുള്ള പേരൊക്കെ എഴുതിയിട്ടുണ്ട്. കുറച്ചേ ഉള്ളെങ്കിലും വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെ. പിന്നെ അത് കൂടാതെ ഇവിടെ ഒരു ഐറ്റം, നമ്മുടെ ഒരു വെറൈറ്റി ഐറ്റം ആളുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് ഇക്കുവാന ഉണ്ട്. അതെ, ഗ്രീൻ കളർ ഇക്കുവാന ഇവിടെ ഉണ്ട്. അതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഗ്രീൻ കളർ ഇക്കുവാന. ഈ ഇക്കുവാന ട്രെയിൻഡ് ആണോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല. അതുകൊണ്ട് നമുക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ മീനുട്ടി എടുത്ത് പറഞ്ഞു ഒരുപാട് നമ്മളങ്ങനെ അടുക്കണ്ട എന്ന് പറഞ്ഞു നമ്മളൊന്ന് മാറി. നമ്മളിതിനെ പണ്ട് മീൻ കയ്യിലൊക്കെ എടുത്തിട്ടുണ്ട്. മുമ്പ് നമ്മൾ എടുത്തിട്ടുള്ളതാ. അത് നമ്മള് മുൻപൊരു വീഡിയോയിലുണ്ട്, നമ്മളിത് എടുത്ത് കയ്യിലൊക്കെ വെച്ചിരിക്കുന്നത്. ട്രെയിൻ ചെയ്യിപ്പിക്കുന്നതാണ്. നമ്മൾ ഇതെല്ലാം ചുറ്റി നടന്ന് കാണണം കേട്ടോ. അപ്പൊ നമ്മള് മീനുകുട്ടിയെ വിളിച്ചത് നടക്കാനൊക്കെ ഉണ്ട് കേട്ടോ. രക്ഷിതാക്കൾക്ക് നടന്നെല്ലാം ചുറ്റി കണ്ടാണ് ഒരു വ്യായാമം ആവാൻ കേട്ടോ. വ്യായാമവും ഇവിടെയൊക്കെ വരുമ്പോ നമ്മൾ ഓർത്തു പോവേ, നമ്മുടെ ഒന്നും കുട്ടിക്കാലത്ത് നമുക്ക് ഇതിനുള്ള സൗകര്യമൊന്നും ഇല്ലായിരുന്നു അല്ലേ. ഇതുപോലെ പാർക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. നമ്മുടെ രീതിക്ക് കഞ്ഞിയും കറിയും ക്രിക്കറ്റും ഒക്കെയാണ് കളിച്ച് നടന്നത്. പക്ഷെ നമ്മളങ്ങനെ നടന്ന് പോകുന്ന വഴിക്ക് കണ്ടു എന്താണ് ഒരു പഴയകാല കാഴ്ച. നമ്മുടെ പണ്ട് കാലങ്ങളിലോട്ട് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഇതൊക്കെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇത് അറിയാമോ എന്ന് പോലും അറിയത്തില്ല. നമ്മളെ ഉരുള്, പിന്നെ ഒരു വീടിന്റെ ഒരു പണ്ട് കാലങ്ങളിലുള്ള ഒരു വീട്ടിന്റെ ഒരു ഉമ്മറവും കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ സിറ്റ് ഔട്ട് പണ്ട് കാലങ്ങളിലുള്ള ഓരോന്ന് കാണിച്ചു കൊടുക്കുകയാണ് നമ്മളപ്പോ. ഉറിയുണ്ട്, പിന്നെ മൺകലം, പിന്നെ അതുകൂടാതെ നമ്മള് രാമായണം വായിക്കാൻ വേണ്ടിയൊക്കെ വയ്ക്കുന്നത്, പിന്നെ ട്രങ്ക് പെട്ടി, പിന്നെ ചോറ് വടിക്കുന്നത്, പിന്നെ വട്ടി, പിന്നെ നമ്മളെ മണമൊക്കെ ഇത് തിരിയെ കത്തിച്ചു വെക്കുന്നതായിട്ട് അങ്ങനെയൊക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിന്റെ അടുത്ത് തന്നെയാണ് ഒരു ഫോട്ടോഷൂട്ട് ഏരിയ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ നടന്ന് പോയപ്പോഴത്തേക്ക് വേറൊരാളിനെ കണ്ടു. ആരാണ് ഭവിച്ചത്? ബുദ്ധൻ. അതെ, അപ്പൊ നമ്മളിങ്ങനെ നടന്ന് പോവുകയാണ്. ആരെ കാണാനെന്നറിയോ? ബുദ്ധനെന്ന് കാണാനതാ. ഇതാണ് കേട്ടോ നമ്മുടെ ബുദ്ധൻ. അങ്ങനെ മരത്തിന്റെ അവിടെ ചെയ്യാം കേട്ടോ. അതെ, നല്ല രസമാണ്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തിന് 30 രൂപ എടുത്തിട്ട് നമ്മൾ വെറുതെ ഇരിക്കണം. അങ്ങനെ ഞാനും ഗെയിമിൽ അങ്ങ് ചേർന്നു. ഞാനും മീനൂട്ടിയും കൂടെ ഗെയിമിൽ മത്സരിച്ചതാണ് കേട്ടോ. പാവം മീനൂട്ടി തോറ്റുപോയി. അങ്ങനെ നമ്മളെന്താ മീനൂട്ടി ജയിപ്പിച്ചതിന് ശേഷം നമ്മൾ നേരെ വന്നു സ്വിമ്മിംഗ് പൂൾ. ഇവിടെ 1 മണിക്കൂർ 100 രൂപയാണ്. 50 രൂപയ്ക്ക് അരമണിക്കൂർ 50 രൂപയ്ക്കും കൊടുക്കും എന്ന് പറയുന്നു. നമ്മൾക്ക് അറിയത്തില്ല, നമ്മൾ അതിനെക്കുറിച്ച് ചോദിച്ചതുമില്ല. അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ഗെയിം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഏണിയിൽ കയറുന്നതാണല്ലേ.
അതെ. അതെ. അത് മീനൂട്ടിക്ക് ഇതൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. ഫോട്ടോ ഒക്കെ എടുക്കാൻ പിന്നെ അത് വേണ്ട കഴിഞ്ഞിട്ട് നമ്മടെ സൗകര്യം ചെയ്തേക്കണം കേട്ടോ. ഇതിന്റെ ഡെക്കറേറ്റ് ചെയ്ത്. എന്താണ് താറാവിന്റെ ഓ. അത് പിന്നെ അടുത്ത് നമ്മളതാ ഇതൊരു എന്താ പറയാ ഏരിയയാണ്. പക്ഷെ ഇവിടെന്ന് പറയുമ്പം എല്ലാന്നും ഇല്ല കേട്ടോ. എല്ലാം തകർന്നു കിടക്കുകയാണ് ഇതൊക്കെ ഗായ്സ്. എനിക്ക് തോന്നുന്നു അവരുടെ തെറ്റല്ല, വരുന്നവരുടെ വരുന്നവരുടെ തെറ്റാണ് തെറ്റാണ്. എന്നാണ് അത് വിചാരിക്കുന്നു. നിങ്ങള് സൂക്ഷിക്കാം. ഉറപ്പായിട്ടും വരുന്ന നമ്മുടെ രക്ഷകർത്താക്കളുടെ ശ്രദ്ധയ്ക്ക് അത് മറ്റുള്ള കുട്ടികൾ വരുമ്പോഴത്തേക്ക് നശിപ്പിക്കാതിരിക്കുക. അവർക്കും കളിക്കാനുള്ള അപ്പോൾ നമ്മൾ എടുക്കുന്നത് അതുപോലെ തന്നെ സേഫ്റ്റി ആയിട്ട് വയ്ക്കാൻ നോക്കുക. ഇത് എടുത്തിട്ട് വലിച്ചു വാരി ഞങ്ങൾ എറിഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ കൊറേയൊക്കെ നമ്മൾ. ഇതൊക്കെ നമ്മൾ അടുക്കി വെച്ചേട്ടോ. അത് അതെ ഇത്ര അതെ നേരം അതെ. ഇരിക്കുമെന്ന് ഏണി പാമ്പ് കളിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ അതിന്റെ കട്ടയോ കട്ട ഒന്നും കാര്യങ്ങളൊന്നും കാണാനില്ല. വന്ന കാണാനില്ലായിരുന്നു. ആൾക്കാർ കട്ട കൊണ്ടുപോയെന്നാ തോന്നണേ. അപ്പൊ അത് കിട്ടാത്തോണ്ട് നമ്മൾ കളിച്ചില്ല. പിന്നെ മറ്റേ ക്യാരംസ് ബോർഡല്ലേ, ക്യാരംസ് ബോർഡ് ഞാനും മീനുട്ടിയും കൂടെ മീനുകുട്ടികളും കുറേ എന്താ നേരം ഇരുന്ന് രണ്ടുപേരും കൂടെ ഇവിടെ നിന്ന് അറിഞ്ഞൂടാത്ത കളിക്കുക. കളിയാണ് വെറുതെ ഒന്ന് കളിച്ചു. മറന്നുപോയി എന്ന് പറഞ്ഞാൽ മീനുകുട്ടീനെയും പറഞ്ഞു എനിക്ക് കൊടുത്തു. തോന്നുന്നു 10 കൊല്ലം കൊണ്ടായെന്ന് തോന്നുന്നു ഞാൻ ഇത് ഈ കളി കളിച്ചിട്ട്. ഞാൻ എല്ലാ ദിക്കിൽ നിന്ന് കൊണ്ടും അവരുടെ വീഡിയോ എടുത്തു. അതെ. രണ്ടുപേരും കൂടെ എന്തായാലും നമ്മൾ കിലുക്കിട്ട്. കുറെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പൊ വെറുതെ ഇവരെ അടിച്ചു. വീഡിയോ എടുത്തപ്പോ അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ. ക്യാരംസ് ബോർഡ്. അതെ ഇത് ഞാനെടുത്ത് അവരവിടെ വീഡിയോ എടുത്തപ്പോ ഞാൻ ഇപ്പുറത്തെ ആ കട്ട കളിപ്പാട്ടം വെച്ച് ഞാൻ കളിച്ചോണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയി നേരെ അക്വേറിയം അക്കോറിയം ഫിഷ്. അങ്ങനെ നമ്മൾ ഇതൊക്കെ ഫിഷിന്റെ ഏരിയ പോയപ്പോൾ 30 ഗൈസ്. രൂപ ടിക്കറ്റിനകത്തുള്ളത് തന്നെയാണ് കേട്ടോ ഇതൊക്കെ. അതെ ഗൈസ്, ഇതെല്ലാം 30 രൂപ ടിക്കറ്റിനകത്തുള്ളതാണ്. പേരുണ്ടായിരുന്നോ അവിടെ? എന്താണ് പേരുണ്ടായിരുന്നോ മീനിന്റെ? മീനിന്റെ പേരൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എനിക്ക് നല്ല ദുഃഖം കാണാൻ. തോന്നിയെന്ന് പറയുമ്പോഴത്തേക്ക് ഇത് ആദ്യം തുടങ്ങിയ സമയത്ത് ഉണ്ടായിരുന്നതൊന്നും ഇവിടെ നമ്മൾ കാണാൻ ഇടയായില്ല. അതെ കുറെ നമ്മളിതാ ഒഴിഞ്ഞു ഇതൊക്കെ കിടക്കുന്നു നമ്മളിതാ കേട്ടോ. ഇങ്ങനെ കണ്ട് പോകുമ്പോഴത്തേക്ക് പെട്ടെന്ന് അങ്ങ് തീർന്നു. കുറച്ചേ ഉള്ളു കേട്ടോ. കുറച്ചേ എന്നാലും ഉള്ളൂ. അവര് ഇതൊക്കെ എന്ന് അറിയത്തില്ല. പറഞ്ഞാൽ ഇതിങ്ങനെ വന്നിട്ട് പിന്നെ ദാ നോക്കിയേ കണ്ടോ, ഇതെല്ലാം ചത്തുപോയത്. അതുമല്ല അത് വളരെ വൃത്തികേടായിട്ടിരിക്കുന്നു. ഈ ഇതൊക്കെ എന്ത് വാട്ടർ പാർക്ക് എന്ന് പറഞ്ഞാലേ സ്കൂൾ കുട്ടികളെയും കൊണ്ടൊക്കെ ടൂർ വരുന്ന ഒരു ഏരിയ കൂടെയാണ് കേട്ടോ. അപ്പം അതിൻ്റെതായിട്ടുള്ള അത് ചിലപ്പോൾ പിന്നീടൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുമായിരിക്കും കേട്ടോ. ആയിരിക്കും. എന്തായാലും നമ്മൾ വന്നപ്പോഴത്തേക്ക് നമുക്ക് ഇതാണ് കാണാൻ പറ്റിയത്. വളരെ വിഷമമായി ആ ഏരിയ കണ്ടപ്പോൾ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പുറത്തിറങ്ങി മൊത്തം പാമ്പുകളുടെ ഏരിയ. പാമ്പല്ല കേട്ടോ, പാം എന്ന് റെഡ് പറയുമ്പോഴത്തേക്ക് പാം, യെല്ലോ അടയ്ക്ക. പാം. അതെ. അതെ, റെഡ് പാം, യെല്ലോ പാം ഇങ്ങനെയുള്ള ഐറ്റംസ് അപ്പൊ അവിടെയാണ് ഒരുപാടുണ്ടായിരുന്നു. കല്യാണം നടക്കണല്ലേ. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ കല്യാണ ഹാളാണ് കേട്ടോ അത്. അവിടെ നിന്ന് അതിൻ്റെതായ ഒരു കല്യാണത്തിൻ്റെ തിരക്കും കൂടെ റിസപ്ഷൻ ഉണ്ട് കേട്ടോ. നടക്കുന്നതാണ്. ഉം. അപ്പോൾ നമ്മൾ ആ റിസപ്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആ പാമ്പിൻ്റെ വീഡിയോ നിങ്ങൾക്കൊന്ന് കാണിച്ചു തന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ അടയ്ക്കാമരങ്ങളുടെ വീഡിയോ ഉണ്ടല്ലോ, ഇതൊരു വെറൈറ്റി തന്നെയാണ് കേട്ടോ. നമ്മളെ വീട്ടിൻ്റെ മുമ്പേയൊക്കെ നമുക്കിതാ ഇതിനെ നട്ടു വയ്ക്കാൻ എന്ത് ഭംഗിയെന്ന് വെച്ചാൽ ചെടിച്ചട്ടിയിൽ നമ്മൾ ഇറങ്ങുന്ന സിറ്റൗട്ടിൻ്റെ ആ ഏരിയയിലൊക്കെ വയ്ക്കാൻ പറ്റിയ രീതിയല്ലേ. അതെ എന്ത് അത് കൊള്ളാം ഭംഗിയെന്ന് വെച്ചാൽ കേട്ടോ. വളരെ. ഞാൻ പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ ഞാൻ വീഡിയോ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും. ഇപ്പോഴെന്തായാലും ഇതിന് സമയമില്ല, നമുക്ക് പോവാം അടുത്ത ഏരിയയിലേക്ക്. അപ്പം നമുക്കിതാ മീനൂട്ടി ഇത് കണ്ടോ അടുത്ത തയ്യാറായി ഫോട്ടോ നിൽക്കുകയാണ് എടുക്കാനുള്ള സെക്ഷൻ ഫോട്ടോഷൂട്ടിനായിട്ട്. പിന്നെ ഇത് ഒട്ടുപാ കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ക്യാഷ് ഏരിയയാണ്. ഇത് 50 രൂപ 70 70 രൂപ രൂപ. ടിക്കറ്റുകളാണ് അതെ. കേട്ടോ. ഇതിലാണെങ്കിൽ ഒരാളും കൂടി ഇല്ലാതെ കയറാൻ കഴിയത്തില്ല. അതുകൊണ്ട് അതുകൊണ്ട് മീനൂട്ടി നമുക്ക് കയറാൻ കയറാൻ പറ്റിയില്ല. പറ്റിയില്ല. അവിടെ കൂടുതൽ വന്ന കുട്ടികൾ കല്യാണത്തിനൊക്കെ വന്നവരായിരുന്നു കേട്ടോ. അവർ അതെ. മറ്റേ സാധാ പാർക്കിലൊക്കെ പോയി കളിച്ചിട്ട് അങ്ങ് പോവായിരുന്നേ. പിന്നെ നമ്മൾ പിന്നെ കുറേ നേരമൊക്കെ കിടന്ന് അവിടെ കറങ്ങി. മറ്റേ പൂൾ ഉണ്ടായിരുന്നേ. അതിൽ കയറ്റാന്ന് പറഞ്ഞാണ് കൊണ്ടുപോയത്. അപ്പോൾ അവിടുത്തെ അവിടെ ആൾക്ക് ഉള്ള അത് അതെ ആ പനിയായത് ഓപ്പറേറ്ററിൻ്റെ ആളിനെ പനിയായിട്ട് കിടക്കുന്നു പനിയായതുകൊണ്ട് എന്ന് പറഞ്ഞു. അന്ന് സത്യം രണ്ടു പറഞ്ഞാൽ മൂന്നെണ്ണം നമുക്ക് പണി ഇല്ലായിരുന്നു. കിട്ടിയല്ലേ. അതെ നമ്മൾ അത് പ്രതീക്ഷിച്ചാണ് പോയത്. അത് കയറാൻ പറ്റിയില്ല. നമുക്ക് സാരമില്ല, ഏതെങ്കിലും ഒരു പാർക്കിൽ നിന്ന് കയറാം അതെ, എന്നുള്ളതല്ലേ ഉള്ളൂ. അപ്പം കയറും, അടുത്ത് കയറും. അതെ മീനൂട്ടിക്കായിട്ട് നമ്മളിങ്ങനെ പാർക്കുകൾ തിരക്കി നടക്കുകയാണ് ഗായ്സ്. നിങ്ങളെ കയ്യിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തിരുവനന്തപുരം ജില്ലയ്ക്കകത്തുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളെ അറിയിക്കുക കേട്ടോ. കമൻറ്റ് ബോക്സിൽ വരണം കേട്ടോ. ഓക്കെ, അതെ ഓക്കെ. എവിടെ നമ്മളവിടെ പോകണം? വരുന്നതായിരിക്കും. പാർക്ക് എന്ന് പറഞ്ഞ് നമ്മൾ ഞങ്ങൾ ഏത് പാർക്ക് പാർക്കിൽ നോക്കി. വന്നാലും കയറുന്നതായിരിക്കും. പിന്നെ നമ്മളിതാ അടുത്ത് നമ്മളിങ്ങനെ പോയപ്പോൾ ട്രെയിൻ അവിടെ ഓടുന്നുണ്ടായിരുന്നു. മീനൂട്ടി അതൊന്നും എടുത്ത് അത് പറഞ്ഞാൽ കയറണ്ടെന്ന് തോന്നുന്നു. മീനൂട്ടിക്കാവുന്ന കയറ് താല്പര്യമില്ല. കയറ് കയറെന്ന് പറഞ്ഞാൽ പാവക്കാവുന്ന വേണ്ട, ഇതൊക്കെ എത്തിലും കയറണല്ലേ. പിന്നെ പിന്നെ എന്ത് അല്ലാതെ പ്രത്യേകത മീനൂട്ടി ഇരിക്കണം എന്ന് ഒരുപാട് ചോദിച്ചു. പ്രാവശ്യം കയറിയിട്ടുള്ളതാണ്. അപ്പോൾ അതൊന്നും മീനൂട്ടിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. മീനൂട്ടി ആകെ കയറാമെന്ന് പറഞ്ഞത് ആ ഹെലികോപ്റ്റർ ആയിരുന്നു. ഹെലികോപ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു വെറൈറ്റി തന്നെയാണല്ലേ. അത് അതങ്ങനെ കയറിയിട്ടില്ലായിരുന്നു. കയറിയിട്ടില്ല. പിന്നെ മറ്റേ പിന്നെ ഞാൻ ബോൾ ഇരുന്നത്. നൈറ്റ് ആയിട്ടുള്ള നമ്മളെ മിക്കി മൗസിൻ്റെയും ആ ലൈറ്റിൻ്റെയൊക്കെ ഒരു വീഡിയോ നിങ്ങൾക്കായിട്ട് ഷെയർ അതെ. ചെയ്യുന്നതാണ് കേട്ടോ. മറ്റു വീഡിയോയിലൊന്നും നമ്മൾ നൈറ്റ് കണ്ടില്ല സത്യം കേട്ടോ. പറഞ്ഞാൽ നമ്മൾ ഇത്രയും സമയം ഇവിടെ ഉണ്ടായിരുന്നു. അതെ. 30 രൂപയ്ക്കാണ്, ഓർമ്മ വേണം. നമ്മൾ ഭയങ്കര നഷ്ടമൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. 30 രൂപയ്ക്ക് നമുക്ക് ഒരിടത്ത് എവിടെ പോയാലും 30 രൂപയ്ക്ക് ഇത്രയും സമയം കിടന്ന് കറങ്ങാനൊന്നും പറ്റത്തില്ല അല്ലേ വാസി. അവരങ്ങനെ സമയം ലിമിറ്റോ കാര്യങ്ങളൊന്നുമില്ല. എപ്പോഴാണോ പോവാം, ഇവിടെ എപ്പോഴാണോ 30 എന്ത് രൂപയ്ക്ക് വേണം. നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ ഇറങ്ങി പോയാൽ മതി. ഒരു കുഴപ്പമില്ല, അവർക്ക് ഒരു വിഷമവും ഇല്ല. അപ്പം നമ്മളിതാ അങ്ങനെയൊക്കെ ലൈറ്റ്, അവരുടെ ആ ഓട്ടോ പാർക്കിൻ്റെ ലൈറ്റൊക്കെ വന്നായിരുന്നു. നമ്മൾ അതൊക്കെ അതെ ഒന്ന് കാണിച്ചു. മീനൂട്ടീനെ വെച്ച് നമ്മളിവിടെ ഒരു 2-3 ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ. ഒരുപാട് പേര് വന്ന് ഇവിടെ അടിച്ചു പൊളിക്കുന്നുണ്ട്, രക്ഷകർത്താക്കളുമായിട്ട് കുഞ്ഞു മക്കൾ കേട്ടോ. പക്ഷെ അവർ സത്യം പറഞ്ഞാൽ ബില്ല് കൊടുത്ത് കയറുന്നില്ല. എന്നാൽ വേറെ പാർക്കിന് അല്ലാതുള്ള ഓപ്പൺ പാർക്കുകളിലാണ് കയറുന്നത്. അതെ. ഓക്കെ ഗായ്സ്, അപ്പം നമ്മൾ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ട് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇവിടെ സബ്സ്ക്രൈബ് ചെയ്യുക. വന്നിട്ടുള്ളവരൊക്കെ കമന്റിൽ പറയണം. നിങ്ങളെ കുഞ്ഞു മക്കളെയും കൊണ്ട് വന്നിട്ടില്ലെങ്കിൽ ഇനി വെക്കേഷൻ തീരാൻ കുറച്ച് ദിവസം കൂടിയേ ഉള്ളൂ. പെട്ടെന്ന് കൊണ്ടുവരിക, എൻജോയ് ചെയ്യുക.